കണ്ണ് കാണാതെ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആണ്. നമ്മൾ കലാഭവൻ ഒക്കെ അഭിനയം കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ ഇടയ്ക്ക് ഇറങ്ങിയ ആന്റണി സിനിമയിൽ നമ്മുടെ കുട്ടിയേട്ടൻ്റെ അഭിനയം കണ്ടിട്ടുണ്ട്. അതൊരു ഒറിജിനാലിറ്റി ആയിട്ട് തോന്നണം. അപ്പൊ അതിന് എന്തെങ്കിലും ട്രെയിനിങ് ചെയ്തിരുന്നു? ട്രെയിനിങ് ഞാൻ ആക്ച്വൽ ബ്ലൈൻഡ് ആയ ആൾക്കാരുടെ ഇന്റർവ്യൂസ് കണ്ടു. അതാണ് ഇന്റർവ്യൂസ് കണ്ട് അവർ ഒബ്സർവ് ചെയ്തു എന്നുള്ളതാണ്. മൂവീസിനെക്കാളും ആക്ച്വലി ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ അവരെങ്ങനെയാണ്, അവരുടെ ഹാൻഡ് മൂവ്മെന്റ്സ് എങ്ങനെയാണ്, അവർ എന്താണ് ഒബ്സർവ് ചെയ്യുന്നത്, അവരുടെ ലിസണിങ് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ആക്ച്വലി ഇന്റർവ്യൂസ് കണ്ട്, അവരുടെ ഇന്റർവ്യൂസ് കണ്ട് അതിനെ ഒബ്സർവ് ചെയ്തിട്ടാണ് ഞാൻ ആദ്യമായിട്ട് എക്സ്ട്രാ കുറച്ചും കൂടി ഹോംവർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഈ നേരിന്റെ സെറ്റിലോട്ട് ചെന്നത്. ഇപ്പൊ കുറച്ചു മുമ്പ് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടായിരുന്നു, കണ്ണ് നിറയുന്നത് പോലെ ഫീൽ ചെയ്ത പോലെ എനിക്ക് തോന്നി. നിങ്ങൾ തമ്മിൽ ഒരു സീനിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തത് ജിത്തു സാറിന്റെ വൈഫും നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അത് ശരിക്കും ഫീൽ ചെയ്ത് അഭിനയിച്ച ഒരു സീനാണ്. അത് കണ്ണ് നിറയുന്നതായിട്ട് എനിക്ക് തോന്നിയത് മനസ്സിന്റെ ഉള്ളിൽ നിന്ന്. അതെങ്ങനെയാണെന്ന് ഓർത്തെടുക്കുകയാണ്. നമുക്ക് അവിടെ അത് പറഞ്ഞില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചാണ്. ആ സീൻ പെർട്ടിക്കുലർ എനിക്ക് ചെയ്യുന്ന സമയത്ത് എന്നെ ഭയങ്കര കംഫർട്ട് ആക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നോക്കിയിട്ടുണ്ട്. എന്നെ മാക്സിമം എത്രത്തോളം എന്നെ കംഫർട്ട് ആക്കാൻ പറ്റും അത്രത്തോളം എല്ലാവരും നോക്കിയിട്ടുണ്ട്. ജിത്തു സാർ ആണെങ്കിൽ ഓരോ സീൻ ഓക്കെ അല്ലേ എന്ന് ചോദിക്കും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം, ഡ്രസ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം, ആ സീൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറയണം. അതൊക്കെ എന്നോട് പ്രോപ്പർ പറഞ്ഞ് ഇതുവരെ ഓക്കെ ആണോ എന്നൊക്കെ എന്നോട് പ്രോപ്പറായി ചോദിച്ചാൽ അത്രയും കംഫർട്ട് ആക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ അധികം ആൾക്കാരൊന്നും ആ റൂമിനകത്ത് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നില്ല. കൂടെ ഉണ്ടായിരുന്നത് ലിൻഡ ചേച്ചിയും പിന്നെ നമ്മുടെ ശാന്തി ചേച്ചിയുമാണ്. അപ്പം എനിക്ക് ആ സീൻ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, ഒരു എന്താ പറയാ, തലയിൽ ഭയങ്കര ഒരു ഹാർട്ടിൽ ഒരു ഭാരം കയറ്റി വെച്ചിട്ട് ഫീൽ ആയിരുന്നു എനിക്ക് ആ സീൻ കഴിഞ്ഞിട്ട്. ആ സീൻ ചെയ്യുമ്പോഴൊക്കെ ഒക്കെ നോർമലി ചെയ്തതിന് മുന്നേക്ക് നമ്മൾ സാധാരണ പോലെ വർത്താനൊക്കെ പറഞ്ഞു, ചെയ്ത് കഴിഞ്ഞപ്പോ ഭയങ്കര ഒരു കാനം ഉണ്ടായിരുന്നു എനിക്ക് ടോട്ടലി. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ശാന്തിശേഷനെ പോയി കെട്ടിപ്പിടിച്ച കുറെ സമയം നിന്നു. വാള് ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിച്ചു നിന്നു. കാരണം മേ ബി സാറ ഉള്ളിലുള്ളതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ പറ്റി ആലോചിക്കുന്നതുകൊണ്ടായിരിക്കും. യെസ്, നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള പെൺകുട്ടികളെ പറ്റി ആലോചിക്കുമ്പോൾ, അവർ പോയ ട്രോമാസും ഒക്കെ ആലോചിക്കുമ്പോൾ, അവർ കടന്നുപോയ ട്രോമാസ് ആലോചിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ബട്ട് അത് പെർഫോം ചെയ്യുക, അതിനകത്ത് നിന്ന് ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്, ആ ക്യാരക്ടറായി നിന്നുകൊണ്ട് നിൽക്കുക, കുറച്ച് പാടുള്ള പരിപാടിയായിരുന്നു എനിക്ക്. ഈ തലയിൽ ഒരു കാനം കയറ്റി വെച്ച പോലെ ആയിരുന്നു. ബട്ട് എന്നെ കംഫർട്ട് ആക്കാൻ മാക്സിമം എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ലിൻഡ ചേച്ചിയും ശാന്തി ചേച്ചിയും ആ സമയത്ത് സപ്പോർട്ട് ഭയങ്കര വലുതാണ്. കൂടെ ഇരുന്ന് എന്നെ ഓക്കെ ആക്കി അങ്ങനെയായിരുന്നു. ഓണത്തിൻ്റെ നമ്മളത് ഷൂട്ട് ചെയ്തത്, തിരുവോണത്തിൻ്റെ നമ്മളത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നെ മാക്സിമം കംഫർട്ട് ആക്കിയിട്ടാണ് ആ സീൻ എല്ലാവരും ഷൂട്ട് ചെയ്തത്. അതാണ് ഞാൻ എടുത്തു ചോദിച്ചത്. ആ ഒരു പറയുമ്പോൾ ഭയങ്കര ഭാരമായിരുന്നു. സീരിയസ്ലി ആയിരുന്നു. നല്ല ചേഞ്ചാണ് നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം. ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ 1 ആണ് മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. Neetu's Academy, India's #1 language academy.